ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് എറണാകുളത്ത് സ്ഥാനാർത്ഥിക്ക് കുത്തേറ്റു എന്നതാണ്. ചേന്നമംഗലം പഞ്ചായത്ത് അംഗവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ഫസൽ റഹ്മാനാണ് കുത്തേറ്റത്. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മനോജ് എന്ന വ്യക്തിയാണ് ഈ ഫസലിനെ കുത്തിയത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഫസലിനെ വിമർശിച്ചുകൊണ്ട് മനോജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി മനോജ് ഈ ചേന്നമംഗലം പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ എത്തിയതാണ്. ആ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ എത്തുന്നതിനിടയിൽ ഈ മുറിയിലേക്ക് ഫസൽ കൂടി എത്തി. തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി. ഒപ്പം തന്നെ അടിപിടി ഉണ്ടാവുകയായിരുന്നു. ഇതിനിടയിലാണ് മനോജ് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഫസലിനെ കുത്തിയത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ഫസലിനെയും മനോജിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫസലിന്റെ മുതുകിലാണ് കുത്തേറ്റിരിക്കുന്നത്. 3 സ്റ്റിച്ചുകളുണ്ട് ഈ മുതുകിലെ കുത്തിൽ പരിക്കേറ്റെടുത്ത്. ഒപ്പം തന്നെ മനോജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള വ്യക്തിവിരോധമാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കുത്തുന്നതിലേക്ക് എത്തിയതെന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ഈ ഫസല് ഈ ചേന്നമംഗലം പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഇടതുപക്ഷത്തിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയാണ്. നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിമത സ്ഥാനാർത്ഥി ആയതോടുകൂടി ഫസലിനെ പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മനോജ് എന്ന കുത്തിയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ റാഫി? അനുജ, മനോജിനെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മനോജിനും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. ഈ പരിക്കേറ്റതിന് പിന്നാലെ മനോജും ചേന്നമംഗലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനിടയിൽ മനോജിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മനോജിൽ നിന്ന് പോലീസ് മൊഴി അടക്കമുള്ള വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ശരി, അതാണ് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥിക്ക് കുത്തേറ്റു. ചേന്നമംഗലത്തെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.